ഗുഡ് മോർണിംഗ് മക്കളെ. ദിസ് ഈസ് യുവർ ആതിര മിസ്. നമ്മൾ നയൻത് ചാപ്റ്ററിൻ്റെ നമ്മുടെ നയൻത് ചാപ്റ്റർ ഏതായിരുന്നു? സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് അല്ലേ? അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സായിട്ടുള്ള കുറച്ച് പോർഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് ചെയ്യാം. ഓക്കെ, സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് എന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊരു ആക്ച്വലി ഒരു സിമ്പിൾ കോഡാണ്. അതായത് നമുക്ക് സിമ്പിൾസ് തമ്മിൽ കണക്ട് ചെയ്ത് കോഡ് റെഡിയാക്കാം. നമുക്കൊരു ഗെയിമും അല്ലെങ്കിൽ ഒരു വീഡിയോയും ക്രിയേറ്റ് ചെയ്യാം, ഒരു അനിമേഷൻ. ഓക്കെ, അത് നമ്മുടെ ഫോണിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമുക്ക് സ്മാർട്ട് ഫോണിൽ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. സോ അതിനകത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലല്ല, ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മിസ്സ് കാണിച്ചു തന്നിട്ടുണ്ട് ആ ആപ്പ് ഏതാണെന്നും എങ്ങനെ അത് യൂസ് ചെയ്യാമെന്നും. മിസ്സ് ചെയ്ത ഒരു വീഡിയോയും കൂടെ ഇതിനോടൊപ്പം അയക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് എക്സസൈസ് പോർഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് ഇൻട്രൊഡക്ഷൻ ടു ഗെയിം ക്രിയേഷൻ. ടെക്സ്റ്റ് എക്സസൈസസ്. സോ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മക്കളെ നമ്മൾ നമ്മുടെ നോട്ട്സിൽ ആൻസർ ദി ഫോളോവിങ് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വെച്ച് തുടങ്ങുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ടെക്സ്റ്റിലേക്ക് കോപ്പി ചെയ്യുകയും വേണം. Okay, first question. Scratch allows us to use event-driven programming with multiple active objects called dash. Answer is sprites. Okay, മക്കൾ ഇതിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. Then second question. Scratch window is divided into dash, comma dash and dash areas. Scripts, stage and sprites areas. Then see. Sprites move in dash and dash coordinates. Sprites moves in x and y coordinates. Then D. Dash connect to each other like a jigsaw puzzle. Blocks connected to each other like a jigsaw puzzle. Then E. Dash blocks play audio files. Answer is sound. Sound blocks play audio files. F. We can choose sprites from library icon. Okay, G. Background to the stage can be added by choosing it from dash library. Answer backdrop library. That is, background to the stage can be added by choosing it from the backdrop library. Dash H. Dash loop is used to create infinite loop. Answer is forever. Forever loop is used to create infinite loop. I. Forever loop can be stopped by clicking dash. That is stop sign. J. Forever if checks for dash condition before execution of the script. That is Boolean condition. ഓക്കെ, അപ്പം മക്കളെ ഇത് കറക്റ്റായിട്ട് കോപ്പി ചെയ്യുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എക്സസൈസ് നോക്കാം. ഓക്കെ, ഇറ്റ്സ് അബൌട്ട് റൈറ്റ് T for true and F for false statements. A. Forever block is used to create an infinite loop. That is true statement. Then B. Forever block is used within repeat block. It is true. Control block controls a pen on the stage. It is false. D. We can add multiple sprites on the stage. That's true. E. Once sprite is added to the stage, it cannot be deleted. It is false. F. Scratch allows us to create our own sprites. It is false. G. We can create a new sprite by clicking on the paint new sprite icon. It is false. Then Scratch allows us to select sprite from the sprite library. That is true. I. Similar blocks are grouped under 16 blocks. It is false statement. Then last one, that is J. Hat block ends the script. It is false. Next one is match the following. മക്കളെ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം. ഞാനൊന്ന് കണ്ട് മനസ്സിലാക്കുക. അതുമാത്രമല്ല, ഞാനൊന്ന് പറഞ്ഞു കൂടെ തരാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ എ എന്ന് പറയുന്നത് മാച്ച് ചെയ്യുന്നത് 5th വണ്ണായിട്ടാണ്, ബി 2nd വണ്ണായിട്ട്,
C fourth one, D third one, E sixth one, F first one. ഓക്കെ മക്കളിത് മാറിപ്പോരുത് കേട്ടോ, നന്നായിട്ട് ആ സിമ്പിൾസ് പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടിക്ക് ദി കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, എ സ്ക്രാച്ച് വിൻഡോ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡാഷ് ഏരിയാസ്. എത്രയാണ് മക്കളെ? യെസ്, 3 ഏരിയാസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? 3. ബി കോഡ് ഈസ് റിട്ടൺ ഇൻ ഡാഷ് ഏരിയ. ഏത് ഏരിയയിലാണ് കോഡ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? ഏതാ? സ്ക്രിപ്റ്റ്സ് ഏരിയ. ദെൻ സി വി ക്യാൻ ചൂസ് എ സ്പ്രൈറ്റ് ഫ്രം എവിടുന്ന? യെസ്, ലൈബ്രറി. ഡി ഡാഷ് ഈസ് ദ പെയിൻറ്റ് ന്യൂ സ്പ്രൈറ്റ് ഐക്കൺ. ഏതാണ്? കണ്ടോ, ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ, അതാണ് പെയിൻറ്റിൻ്റെ ന്യൂ സ്പ്രൈറ്റ് ഐക്കൺ. ഓക്കെ, ദെൻ ഇ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റേജ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചൂസിങ് ഇറ്റ് ഫ്രം ഡാഷ് ലൈബ്രറി. കണ്ടോ, അതെന്താണ്? ബാക്ക്ഡ്രോപ്പ് ലൈബ്രറി. സിമ്പിൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ ദി ഡാഷ് ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ മോഷൻ ഓഫ് സ്പ്രൈറ്റ്. ഏതാണ് മക്കളെ? മോഷൻ ബ്ലോക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ മോഷനാണ് ആൻസർ. ജി ഡാഷ് ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു എൻഡ് ദി സ്ക്രിപ്റ്റ്സ്. ഫസ്റ്റ് ഓപ്ഷൻ, that is cap block is used to end the scripts. H dash block is used to perform the main commands. Answer stack. Stack block is used to perform the main commands. I motion block contains dash stack blocks. എത്രയാ? 14. This symbol is located under dash block. എവിടെയാണ് ഇത് സിമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത്? യെസ്, മോഷൻ ബ്ലോക്കിൽ. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോണിൽ ഒരു പുതിയൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്ക്രാച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്ക്രാച്ച് നമ്മൾ സെലക്ട് ചെയ്തു. സ്ക്രാച്ച് ഓപ്പൺ ആയി വന്നു. കണ്ടോ, ഹോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഒരു പ്രൊജക്റ്റ് ആഡ് ചെയ്യാം. അതിന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ നമുക്ക് ആ ക്യാറ്റിനെ എന്ത് ചെയ്യണം? അവിടുന്ന് ക്ലോസ് ചെയ്യണം, അതായത് ഡിലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി ലോങ് നന്നായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്ലോസ് ബട്ടൺ കാണിക്കും. കണ്ടോ, ദെൻ നമുക്കൊരു ന്യൂ സ്പ്രൈറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു ഓക്കെ, നമുക്കൊരു ഫിഷിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ടിക്ക് ഓപ്ഷൻ റൈറ്റ് സൈഡ് മുകളിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഫിഷ് വന്നു. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കണ്ടോ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. നമുക്കൊരു അണ്ടർ വാട്ടർ കൊടുക്കാം. ഓക്കെ, ദെൻ ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇനി നമുക്കിതിനെ മൂവ് ചെയ്യിക്കണം. മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോഡ് കൊടുക്കണം അല്ലേ. ഇതാണ് നമ്മുടെ കോഡ് കാണിച്ചിരിക്കുന്നത്. അതിനെ താഴത്തോട്ട് വലിച്ച് ഡ്രാഗ് ചെയ്ത് ജോയിൻ ചെയ്യുക. കണ്ടോ, അടുത്തടുത്ത് കൊണ്ടുവന്നാൽ മതി, ഉടനെ തന്നെ അത് കണക്റ്റ് ആയിക്കോളും. ഇവിടെ ഞാനിപ്പം ഫോർവേഡ് മൂവ്മെൻറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് ജോയിൻ ചെയ്ത് വെക്കുവാണ് കേട്ടോ. അത് സെപ്പറേറ്റഡ് ആയിപ്പോയി, ഇപ്പോൾ ജോയിൻ ചെയ്ത് വെച്ചു ഞാൻ. ദെൻ നമുക്കിതിനൊരു ലൂപ്പ് കൊടുക്കാം. ഓക്കെ, ദെൻ ലൂപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, അത് ലൂപ്പ് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ എത്ര ടൈംസ് ആണെന്നൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. കണ്ടോ, റൈറ്റ് സൈഡിൽ ഒരു എത്ര ടൈംസ് ആണോ വേണ്ടത് അത്ര നമുക്ക് ടൈംസ് ഇത് സെലക്ട് ചെയ്യാം. കണ്ടോ, മൂവ്മെൻറ്റ്, അതായത് ജസ്റ്റ് ഒന്ന് ആനിമേറ്റ് ചെയ്യുക. റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, കണ്ടോ മൂവ്മെൻറ്റ് കണ്ടോ മക്കളെ, നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കിയതാണ്. കണ്ടോ ഒരു ആനിമേഷൻ, സിമ്പിളല്ലേ. നമുക്കിതിൽ തന്നെ എന്ത് ചെയ്യാം, വേറെ പുതിയ പുതിയ സ്പ്രൈറ്റ്സിനെ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിലെ
പ്ലസ് ഐക്കനാണ് എപ്പോഴും ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. കണ്ടോ? എന്നിട്ട് നമുക്ക് അടുത്ത സ്പ്രൈറ്റിനെ ആഡ് ചെയ്തു. ഇതൊരു സ്റ്റാർ ഫിഷിനെ ആഡ് ചെയ്തു. കണ്ടോ? ഇനി സ്റ്റാർ ഫിഷിൻ്റെ ആണ് മൂവ്മെൻറ്റ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് മൂവ്മെൻറ്റ് നമുക്ക് കൊടുക്കാം. അതിനുവേണ്ടി കോഡ് ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? കണ്ടോ? ജസ്റ്റ് റൊട്ടേഷൻ മാത്രം, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ലൂപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യും ഈ പ്രോസസ്സ്. കണ്ടോ? എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ കണ്ടോ മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നത് കണ്ടോ? കണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? നമുക്ക് അടുത്ത സ്പ്രൈറ്റിനെ ആഡ് ചെയ്യാം. ഒരു ക്രാബിനെ നമ്മൾ സെലക്ട് ചെയ്തു. അത് നമുക്ക് സ്യൂട്ടബിളായിട്ടൊരു പൊസിഷനിൽ വെച്ചു. ഇനി എന്ത് കൊടുക്കണം? മൂവ്മെൻറ്റ് കൊടുക്കണം. കണ്ടോ? ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് നമുക്ക് അപ്വേർഡും കൊടുക്കാം അല്ലേ? റൊട്ടേഷൻ അപ്വേർഡും കൊടുക്കാം. റൊട്ടേഷനാണ് കൊടുക്കാം നമുക്ക്. ദെൻ നമുക്ക് ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും. അത് കൊടുത്തു. നമുക്ക് പിന്നെ റൺ ചെയ്യിക്കാം പ്രോഗ്രാം. കണ്ടോ മക്കളെ? മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? ഇനി നമുക്ക് പുതിയൊരെണ്ണം, ഇതിൻ്റെ കണ്ടിന്യൂഷന് പുതിയൊരെണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലെ പ്ലസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സ്പ്രൈറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലും, പുതിയൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തു. കണ്ടോ? എഗെയിൻ നമ്മുടെ ക്യാറ്റ് വന്നു. ക്യാറ്റിനെ നമുക്ക് എന്ത് ചെയ്ത് കളയണം? നമുക്കതിനെ ക്ലോസ് ചെയ്യണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂ സ്പ്രൈറ്റ് ആഡ് ചെയ്യുക. ഇവിടെ ഞാനൊരു സ്നേക്കിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ കണ്ടോ? സ്നേക്കിനെ സെലക്ട് ചെയ്തു. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുത്തു. കണ്ടോ? ഇനി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലത്തെ സെലക്ട് ചെയ്തു. നമ്മൾ ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. കണ്ടോ? ദെൻ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ആ സ്നേക്കിനെ പ്ലേസ് ചെയ്യുക. ദെൻ മൂവ്മെൻറ്റ് കൊടുക്കണം അല്ലേ? മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫോർവേഡ് മൂവ്മെൻറ്റ് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. കണ്ടോ മക്കളെ? ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ? സിമ്പിൾ അല്ലേ മക്കളെ? നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ സ്പ്രൈറ്റിനെ കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അകത്ത്. അതിന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു ബട്ടർഫ്ലൈനെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ ബട്ടർഫ്ലൈനെ സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കും. കണ്ടോ? ഇനി ബട്ടർഫ്ലൈക്ക് മൂവ്മെൻറ്റ് കൊടുക്കുകയാണ്. നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ. ഓക്കെ.
അപ്പം ഈ പോർഷൻസൊക്കെ വളരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോണ്ടാക്റ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, നമ്മുടെ 9th ചാപ്റ്റർ അങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണ്. Thank you for watching. Thank you all.